Good afternoon. Good afternoon, ma'am. Good ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? മോട്ടിവേഷൻ അല്ലേ എടുത്തുകൊണ്ടിരുന്നേ? മോട്ടിവേഷൻ എന്ന് പറയുന്ന ഭാഗമല്ലേ എടുത്തത്? ആണോ? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ. മോട്ടിവേഷന്റെ ഭാഗമല്ലേ എടുത്തുകൊണ്ടിരുന്നത് നമ്മള്? എന്താണ് റിപ്ലൈ ഇല്ലാത്തത്? ആരും ഉണ്ടായിരുന്നില്ല ഇതില്? ആരും ഉണ്ടായിരുന്നില്ല ക്ലാസ്സില്? കഴിഞ്ഞ ക്ലാസ്സിൽ ആരും അറ്റൻഡ് ചെയ്തില്ലേ? എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? മോട്ടിവേഷൻ വരെയല്ലേ? ആണോ? മിസ് ചോദിക്കുന്നത് ആരും കേൾക്കുന്നില്ലേ? ചോദിക്കുന്നത് ആരും കേൾക്കുന്നില്ലേ? എത്ര വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? മോട്ടിവേഷൻ വരെയല്ലേ? അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. ഇത് എവിടെ വരെ എടുത്തു നിർത്തി? നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ അല്ല മറ്റു ഭാഗമാണെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ എവിടെ വരെ എടുത്തു എന്നൊന്ന് ചോദിക്കുമ്പോ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാം. അത് എത്ര നേരമായി മിസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു? ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാലോ. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ജസ്റ്റ് മോട്ടിവേഷൻ വരെയല്ലേ നിർത്തിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ടീച്ചേഴ്സ് പല ക്ലാസ്സുകളും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത് മാറിപ്പോകരുത്. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ആ സമയത്തൊന്ന് റിപ്ലൈ ചെയ്യാം. അതൊരു കോമൺ മാന്യതയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. മോട്ടിവേഷൻ എന്താണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? മോട്ടിവേഷൻ എന്താന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിരുന്നോ? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ, ശരി. സോ നോക്കിയപ്പോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും എന്താണ്? അവിടെ എംപ്ലോയീസിന് പ്രചോദനം നൽകുക അല്ലെ? എംപ്ലോയീസിനുള്ള പ്രചോദനങ്ങൾ നൽകുക. ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഗോൾ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ആയിക്കോട്ടെ ആ ഓർഗനൈസേഷന്റെ ആയിക്കോട്ടെ പ്രൊഡക്റ്റീവ് പെർഫോമൻസ്, ഇത് അവരുടെ ആ പെർസ്വേഡിംഗ് വർക്കേഴ്സ് ടുവേർഡ്സ് പ്രൊഡക്റ്റീവ് പെർഫോമൻസ്. എന്തിനു വേണ്ടിയിട്ടാ? ആ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഗോള് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ നമ്മൾ എന്ത് ചെയ്യുന്നു? മോട്ടിവേഷനിലൂടെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ മോട്ടിവേഷനിലൂടെ ഒരു പ്രേരണ നൽകുമ്പോൾ അവര് നല്ല പ്രൊഡക്റ്റീവ് പെർഫോമൻസ്, ഉത്പാദനക്ഷമമായിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുന്നു. അത്തരം പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെയോ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പെർസ്വേഡിംഗ് വർക്കേഴ്സ്, ആ വർക്കേഴ്സിനെ നമ്മൾ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിവിധ പ്രേരണകൾ അവർക്ക് നൽകുകയും അല്ലെങ്കിൽ പ്രചോദനങ്ങൾ നൽകുകയും അതിലൂടെ ഒരു പ്രൊഡക്റ്റീവ് പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത്തരം ആ ഒരു പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. And it attracts and begin action and also act as a factor in the continuation of activity until objectives has been attained. അപ്പോൾ മോട്ടിവേഷൻ നമുക്ക് നൽകുമ്പോൾ അതിൽ അവിടെയുള്ള എംപ്ലോയീസ് ആകൃഷ്ടരാകുകയും അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു?
നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. അപ്പൊ നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രവർത്തനങ്ങളുടെ ആ ഒരു തുടർച്ച, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുക എന്ന രീതിയിലേക്ക് നമ്മൾ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി നമുക്ക് തുടർന്ന് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മോട്ടിവേഷൻ വഴി സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. Then it is the purpose of motivation to create conditions in which people are willing to work with passion, initiative, interest and enthusiasm, with a high personal and group moral satisfaction, with a sense of responsibility, loyalty and discipline, and with pride and confidence in a most coherent manner, so that the goal of an organization are attained effectively. എന്താ പറയുന്നേ, ഈ ഒരു മോട്ടിവേഷന്റെ പ്രധാനപ്പെട്ട പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് to create conditions. എങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുക? which people are willing to work with passion. എങ്ങനെയാണ്? ആ ഒരു നല്ല മോട്ടിവേഷൻ കൊടുത്താൽ അവിടെ എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അവർ വളരെ പാഷനോട് കൂടി, അല്ലെങ്കിൽ വളരെ ഒരു ആവേശത്തോടു കൂടി, അല്ലെ, ഒരു അഭിനിവേശത്തോടു കൂടി അവരവരുടെ ആ ഒരു ജോലി എന്ത് ചെയ്യുന്നു, ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നു. അതുപോലെ എന്ത് കാര്യവും മുൻകൈ എടുത്ത് ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നു. നല്ല താല്പര്യത്തോടു കൂടിയും നല്ല എന്തൂസിയാസം, എന്താണ്, ഉത്സാഹത്തോടു കൂടിയും ഒക്കെ അവര് ജോലി ചെയ്യാനായിട്ട് ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. അതുപോലെ വിത്ത് ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ വ്യക്തിപരമായിട്ടും ഗ്രൂപ്പ് വൈസ് ആയിട്ടും ഒരു നല്ല മോറൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ധാർമ്മിക കടമ അല്ലെങ്കിൽ ഒരു ധാർമ്മിക സംതൃപ്തിയും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, നല്ലൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുന്നുണ്ട്. നല്ല ലോയാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ നല്ല അച്ചടക്കം, അതുപോലെ നമ്മുടെ ലോയാലിറ്റി അതല്ലേ, നമ്മുടെ ഒരുപാട് കുറെ കാര്യങ്ങൾ അല്ലെ, ആൻഡ് വിത്ത് പ്രൈഡ്, നമ്മുടെ ഒരു അന്തസ്, അതുപോലെ നമ്മുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് നമുക്ക് ആ ഒരു ഓർഗനൈസേഷണൽ ഗോള് നേടിയെടുക്കുന്നതിന്, ഇങ്ങനെ എഫക്റ്റീവായിട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരമുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അവിടുത്തെ വർക്കേഴ്സ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി അവിടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സത്യസന്ധതയായിക്കോട്ടെ, അവരുടെ ഉത്തരവാദിത്തമായിക്കോട്ടെ, അവരുടെ അന്തസ്സായിക്കോട്ടെ, ആ ഒരു സ്ഥാപനത്തിന്റെ അന്തസ്സായിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് മുതലായ വ്യക്തിയെ വളർത്തി നൽകിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു മോട്ടിവേഷൻ വഴി സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് മോട്ടിവേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ? മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവില് ദ പർപ്പസ് ഓഫ് മോട്ടിവേഷൻ, പ്രധാനമായിട്ടും മോട്ടിവേഷന്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാ. which people are willing to work with passion, അല്ലെ, വളരെ അഭിനിവേശത്തോടു കൂടി, അതുപോലെ ഓരോ കാര്യങ്ങളും മുൻകൈയെടുത്ത് ചെയ്യുക, താല്പര്യത്തോടു കൂടി, ഉത്സാഹത്തോടു കൂടിയും ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവുക. അതുപോലെ തന്നെ പേഴ്സണലായിട്ടും ഗ്രൂപ്പ് വൈസ് ആയിട്ട് അവർക്ക് ധാർമ്മികപരമായിട്ടുള്ള ഒരു സംതൃപ്തി കൊണ്ടുവരിക, അതുപോലെ നല്ലൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ സത്യസന്ധതയും അച്ചടക്കമുള്ളവരും അന്തസ്സുള്ളവരും അതുപോലെ നല്ല ആത്മവിശ്വാസമുള്ളവരുമായിട്ട് മാറുകയും അത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലൂടെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എഫക്റ്റീവായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടുവരിക, അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ കൊണ്ടുവരിക എന്നതാണ് മോട്ടിവേഷന്റെ പ്രധാന പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്. മോട്ടിവേഷണൽ ടെക്നിക്സ് ആർ ടു പെർസ്വേഡ് എംപ്ലോയി ഗ്രോത്ത്. അതുപോലെ തന്നെ ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ടെക്നിക്സ് അല്ലെങ്കിൽ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഇനി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതെന്ന് പറയുന്നത് എന്താ, the persuade employees growth. അവിടെ എംപ്ലോയീസിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു വിദ്യയാണ് മോട്ടിവേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അവരുടെ വളർച്ചയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഘടകം അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, മോട്ടിവേഷൻ എന്താന്ന് വായിച്ചു നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ വായിച്ചു നോക്കാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ച് കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? ഇതാണ് ചോദിച്ചത്. കൊഹറന്റോ, ഏറ്റവും യോജിച്ച രീതിയിൽ നമ്മൾ പറയില്ലേ, അതിനെയാണ് കേട്ടോ. ഏറ്റവും യോജിച്ച രീതിയിൽ നമുക്ക് ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ടുള്ളൊരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ ഷിബിന? ഓക്കെ, ശരി. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. ഒരു മോട്ടിവേഷൻ, എംപ്ലോയീസിലെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ, നമ്മുടെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാനേജ്മെന്റ് ടെക്നിക്സുകൾ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള പ്രേരണകൾ. അതായത് സച്ച് മോട്ടിവേഷൻ ഈസ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി. നേരിട്ടോ അല്ലാതെയോ പണവുമായി ബന്ധപ്പെട്ടോ. വേജസ് അല്ലെ, അവരുടെ വേജസ്, ശമ്പളം, സാലറി, അതുപോലെ തന്നെ ബോണസുകള്, പ്രോഫിറ്റ് ഷെയറിംഗ്. ചില കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്? ലാഭം പങ്കിടാറുണ്ട്, ശരിയല്ലേ? ചില കമ്പനികൾ ലാഭം പങ്കിട്ട് കൊടുക്കാറില്ലേ? അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം അവരുടെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. അത്തരം അവിടെയും ഒരു പണപരമായിട്ടുള്ള കാര്യമാണല്ലോ. അതുപോലെ ലീവ് ഇൻ പേ, ശമ്പളത്തോടു കൂടിയുള്ള അവധികൾ നൽകാറുണ്ട് അല്ലെ. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? മെഡിക്കൽ പരമായിട്ട് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ വേണ്ടി വന്നാൽ അതിൽ ചിലവാക്കിയിട്ട് എന്ത് ചെയ്യും? തിരികെ കൊടുക്കുന്ന രീതി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയാണ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അത് പണവുമായി ബന്ധപ്പെട്ടായിരിക്കും വരാം. അപ്പൊ ഇങ്ങനെയുള്ള മോട്ടിവേഷൻസ്, അപ്പൊ നമ്മള് നല്ല വേജസ് അല്ലെങ്കിൽ നല്ല സാലറി, നമുക്ക് വേതനം അല്ലെങ്കിൽ ശമ്പളം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നു, നല്ല രീതിയിൽ ബോണസുകൾ നൽകുന്നു, നല്ല രീതിയിൽ ലാഭം പങ്കിട്ട് നൽകുന്നു, ലീവ് ഇൻ പേ അല്ലെ, നമുക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധികൾ നൽകുന്നു, നമുക്ക് മെഡിക്കൽ പരമായിട്ട് ചിലവാക്കിയ തുകകൾ തിരികെ കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു മോട്ടിവേഷൻ അല്ലേ? നമുക്ക് ആ ഒരു സ്ഥാപനത്തോട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്നുണ്ടോ? നൽകുന്നുണ്ട് അല്ലെ. കാരണം എന്താ? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞു ചെയ്യുന്നുണ്ട് അല്ലെ, ശരിയല്ലേ? അപ്പൊ നമുക്ക് വേണ്ട സാലറി തരുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ള ബോണസുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിലനിന്ന് പോകാനായിരിക്കും ആ ഒരു എംപ്ലോയി ആഗ്രഹിക്കുക അല്ലെ. അപ്പൊ അവരെപ്പോഴും എന്ത് ചെയ്യും? അവർക്ക് കിട്ടുന്ന രീതിയിൽ, അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെയുള്ള മോട്ടിവേഷൻസ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരതിൽ പ്രചോദിതരാവുകയും ആ കമ്പനിക്ക് വേണ്ടിയിട്ട് മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് മണി, വേജസ് ആൻഡ് സാലറി, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് ഇൻ പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എക്സെട്ര. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചോദിക്കാറുണ്ടേ. ദെൻ അടുത്തതാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? സാമ്പത്തികപരമല്ലാത്ത അല്ലെ, അല്ലെങ്കിൽ മണി റിലേറ്റഡ് അല്ലാത്ത. These motivators are not linked with monetary rewards. ഇത് പണപരമായിട്ടല്ല, അല്ലെങ്കിൽ പണപരമായ റിവാർഡുകൾ അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട റിവാർഡുകൾ അല്ലാത്ത പ്രചോദകർ അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് ആണ് നമ്മുടെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മള് വിലയിരുത്തൽ നടത്തുക, അതായത് അവരുടെ വിലയിരുത്തൽ നടത്തി അവർക്ക് നല്ല രീതിയിൽ പ്രശംസകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്റ്റീജ് കാക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രശംസ മുതലായിട്ടുള്ള കാര്യങ്ങൾ നൽകുക. അപ്പൊ അത് നോക്കിയേ നിങ്ങള്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ നിന്ന്
നമ്മൾ കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പെർഫോമൻസ് അപ്രൈസിൽ നടത്തി നമ്മൾ അവർക്കൊരു എന്ത് ചെയ്യുന്നു, അവരോട് ഒരു നല്ല രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ അവരെ നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അത് അവർക്കൊരു അന്തസ്സല്ലേ? ശരിയല്ലേ? ആണോ? നമുക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്കതൊരു അന്തസ്സായിട്ട് തോന്നില്ലേ? നമുക്ക് അവരുടെ മുന്നിൽ നമുക്ക് നല്ലൊരു പേരാണ് അല്ലെ, നല്ലൊരു സ്ഥാനം നമുക്ക് കിട്ടാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അടുത്ത തവണയും ഇതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കും. ശരിയല്ലേ? ഇത് ഓൾറെഡി പ്രശംസ ഏറ്റുവാങ്ങിയ ആളുകളാണെങ്കിലും മറ്റുള്ള ആളുകൾ ഇത് കാണുമ്പോൾ എന്താ, ഇതുവരെ പോലെ എനിക്ക് അടുത്ത പ്രാവശ്യം അവരുടെ സ്ഥലത്ത് എനിക്ക് നിൽക്കണം എന്ന് തോന്നുകയും നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനും ആരംഭിക്കും. അതാണ് എപ്രൈസൽ പ്രൈസ് ആണ് പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓരോ പോയിന്റ്സും ക്ലിയർ ആക്കി പോവാട്ടോ. കുറച്ചത് ഒരുമിച്ച് പറയുന്നുണ്ട്, അപ്പൊ ഒരുപാട് ഒരുമിച്ച് ലാസ്റ്റ് പറയാവുന്ന ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്ന് വെച്ചാല് മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് അത് ആദ്യം മനസ്സിലായിട്ട് ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ട്ടോ. സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡിൽ പറയുന്നത് മാനേജ്മെന്റ് often satisfy these needs by establishing status symbols and distinctions in its organization by supplying costly furnitures, carpets on floor, pictures on the wall, a personal assistant, etc. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇവിടെ സ്റ്റാറ്റസ് ഓർ പ്രൈഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പദവി ഒരു അഭിമാനകരമായ രീതിയിൽ ഉയർത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ പദവി ഒരു അഭിമാനകരമായ രീതിയിലേക്ക് ഉയർത്തും. അതായത് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യകതകള് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു പദവിയില് നല്ല രീതിയിൽ ഒരു പദവി കാണിക്കുന്ന രീതിയിലുള്ള സൂചനകൾ കൊടുക്കും, അല്ലെങ്കിൽ ഒരു സിമ്പിൾസ് കാണിക്കും. എന്ന് വെച്ചാല് ഓർഗനൈസേഷൻ സപ്ലൈ, ഇപ്പൊ നമ്മള് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്കൊരു അന്തസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കോസ്റ്റ്ലി ഫർണിച്ചേഴ്സ് വെച്ച് തരണം. മനസ്സിലാവുന്നോ? ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ ക്യാബിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാബിനിൽ നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ തരുന്നു. കാർപ്പറ്റ്, ഫ്ലോറില നല്ല രീതിയിലുള്ള കാർപ്പറ്റുകൾ തരുന്നു. പിക്ചേഴ്സ് ഓൺ ദ വാൾ, വാളിലെ ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വെക്കുന്നു. പേഴ്സണൽ അസിസ്റ്റന്റുകൾ തരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ നമുക്കൊരു അന്തസ് ഉണ്ടാവുന്ന രീതിയിൽ നല്ലൊരു പദവി തരുന്ന രീതിയിൽ ഇതുപോലെയുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആ ഒരു സ്ഥാപനത്തിലേക്ക് വന്നാൽ അവരെങ്കിലും നീ ഇത്ര നല്ല രീതിയിൽ അല്ലെ, അവർ വെച്ച് ലുക്കാണ്, ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരോട് പറയും നീ ഇത്ര നല്ല ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെ, ചോദിക്കില്ലേ? ചോദിക്കോ? അത് നമുക്കൊരു അന്തസ് അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു പദവി കിട്ടുന്ന പോലെയല്ലേ, അല്ലെ? അപ്പൊ ഇവിടെ നന്നായിട്ട് ഇവിടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയീസ് വർക്ക് ചെയ്താൽ അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, അതായത് പോസ്റ്റ്, ചിലപ്പോൾ അവർ ഫർണിച്ചറുകൾ വേണമെന്നായിരിക്കും ആവശ്യപ്പെടുക, ചിലപ്പോൾ അല്ലാത്ത മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ, ഇപ്പൊ കാർപ്പറ്റ് വേണമെന്നായിരിക്കും, വാൾസിൽ പിക്ചേഴ്സ് വേണമെന്നായിരിക്കാം, പേഴ്സണൽ അസിസ്റ്റന്റ് വേണമെന്നായിരിക്കാം, ഒരുപാട് വർക്കുള്ളവർക്ക് അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെ അവർ എന്താണോ അവരുടെ ആവശ്യകത ആവശ്യപ്പെടുന്നത് അത് സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാനേജ്മെന്റിന് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കുക. അപ്പൊ അതിലൂടെ അവരുടെ ആ ഒരു സ്റ്റാറ്റസ്, പദവിയും അവരുടെ അന്തസ്സൊക്കെയും വർദ്ധിപ്പിക്കാൻ പറ്റും. അതും അവർക്ക് കൊടുക്കുന്ന ഒരു പണപരമല്ലാത്ത രീതിയിലുള്ളത്, നേരിട്ട് പൈസയായിട്ട് കൊടുക്കാല്ല, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? രണ്ടാമത് സെക്കൻഡ് വൺ ക്ലിയർ ആണോ? ആ രണ്ടെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഓരോന്നും ഡിഫറെന്റ് ആട്ടോ പറയുന്നത്, അതൊക്കെ ഒരുമിച്ച് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ക്ലിയർ ചെയ്ത് പോവാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
ക്ലിയർ ആണോ? വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണോ? സ്റ്റാറ്റസ് ആൻഡ് ഗ്രൈഡോ? സ്റ്റാറ്റസ് ആൻഡ് ഗ്രൈഡിൽ ഇത്ര മാത്രം മനസ്സിലാക്കുക, നമ്മുടെ ആ ഒരു ഓഫീസിൽ വർക്കേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് അവിടുത്തെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ ആ എംപ്ലോയീസിന് ചില ആവശ്യകതകളുണ്ടാവും അല്ലെ? അവർക്ക് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യകതകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യുന്നു? അവരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിറവേറ്റി കൊടുക്കുക. അപ്പൊ അവർക്ക് ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫർണിച്ചറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഇട്ട് കൊടുക്കുക, കാർപ്പറ്റിൽ നല്ല രീതിയിൽ ഫ്ലോർസിലെ കാർപ്പറ്റുകൾ കൊടുക്കുക, അതുപോലെ വാൾസിലെ പിക്ചേഴ്സ്, ഭിത്തിയിലൊക്കെ നല്ല ചുവരിൽ നല്ല രീതിയിലുള്ള പിക്ചേഴ്സ് വെച്ച് കൊടുക്കുക, പേഴ്സണൽ അസിസ്റ്റൻസിന് വേണം എന്നുള്ള ആളുകൾക്ക് അവർക്ക് അങ്ങനെ രീതിയിലുള്ള കൊടുക്കുക. അപ്പൊ അവരുടെ ആ ഒരു ആവശ്യകതയൊക്കെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അത് അത് അവർക്ക് എന്താണ്? മറ്റുള്ളവർ കാണുമ്പോൾ അവർ ഇത്രയും നല്ലൊരു ഓഫീസിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ അവർക്ക് അതൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് അന്തർസംഖ്യയായിട്ട് മാറുകയും ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ. തേർഡ് വൺ ആണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് accepted to compete with one another if they feel they have chances to win and satisfy their ego. ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു കോമ്പറ്റീഷൻ വെക്കുമ്പോ അവിടെ ഒരുപാട് പേര് മത്സരിക്കാനുണ്ടാവും അല്ലെ? ഒരുപാട് പേര് മത്സരിക്കാനുണ്ട്. അതിലൊന്നോ ഒരാൾക്കായിരിക്കും അതിൽ വിജയി എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോഴല്ലേ അവിടെ ഒരു മത്സരം ഉണ്ടാവുന്നത് അല്ലെ? അതല്ല ഓരോരുത്തർക്കും അവിടെ വിജയിക്കാനുള്ള ചാൻസസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഓരോരുത്തർക്കും എന്റെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എനിക്ക് എന്റേതായ എന്റെ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് എനിക്ക് അത് വിജയിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷന്റെ ആവശ്യം ഉണ്ടാവും? ഇല്ല അല്ലെ? ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചാൻസ് അല്ലെങ്കിൽ ഒരൊറ്റ അവസരമേ ഉള്ളൂ. ആ അവസരത്തിൽ ആര് മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നു അവരാണ് ഇവിടുത്തെ വിജയി എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയല്ലേ ഒരു മത്സരം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. അതായത് അങ്ങനെ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് തമ്മിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ അവസരങ്ങൾ നൽകുക. അങ്ങനെ അവസരങ്ങൾ നൽകുമ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ അവരുടേതായിട്ടുള്ള വിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അത് നേടിയെടുക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് എന്നവർക്കൊരു തോന്നൽ ഉണ്ടാക്കിയാൽ അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? ഒരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ ഒരു കോമ്പറ്റീഷന് വേണ്ടി നിൽക്കാതെ അല്ലെങ്കിൽ മത്സരം നടത്താതെ മറിച്ച് അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലും പലരെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു മത്സരത്തിന് വേണ്ടി നിൽക്കാതെ അവർക്ക് എന്ത് ചെയ്യുക? അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വിൻ ചെയ്യാനായിട്ടുള്ള ഒരു നിരവധി അവസരങ്ങൾ അവരുടെ മുന്നിലേക്ക് നൽകുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഓരോ അവസരങ്ങളും അവർക്ക് പ്രയോജനപ്പെടുത്താം. അവർക്ക് അതിൽ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് അവർക്ക് മുന്നോട്ട് എന്ത് ചെയ്യുന്നു? വിജയിച്ച് മുന്നേറി പോകാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ വേണ്ട, മറിച്ച് ഇവർക്ക് നല്ല നല്ല അവസരങ്ങൾ ഇവരുടെ മുന്നിൽ കൊടുക്കുക. ഇവർക്ക് തോന്നുകയാണ് എനിക്ക് വിജയിക്കാൻ ഒരുപാട് അവസരം എന്റെ മുന്നിലുണ്ട് എന്നൊരു ഫീലിംഗ് അവരിൽ ഉണ്ടാവുകയും അതിലൂടെയും നല്ലൊരു മോട്ടിവേഷൻ ആണ് അവർക്ക് കൊടുക്കുക. അവരെന്താ ചെയ്യുന്നത്? ഒരുപാട് അവസരങ്ങൾ എന്റെ മുന്നിലുണ്ട്, ഇതൊക്കെ ഞാൻ അത് നേടിയെടുക്കുമ്പോൾ എനിക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു സ്ഥാനമോ അല്ലെങ്കിൽ നല്ല പ്രശംസയോ കിട്ടും അല്ലെ? അങ്ങനെ ഒരു ഫീൽ നമുക്ക് വരില്ലേ? വരുമോ? എന്റെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ തന്നിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിൽ എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശംസയും അതിനനുസരിച്ചുള്ള എന്താണോ മോട്ടിവേഷൻസ് കിട്ടുക അതിനനുസരിച്ചുള്ള അഡ്വാൻറ്റേജസ് എനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവരോട് മത്സരിക്കാതെ അവരവരുടെ ലക്ഷ്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. മനസ്സിലായോ? കോമ്പറ്റീഷൻ ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് ഇവിടെ അധികാരം അല്ലെങ്കിൽ ചുമതലകള് കൈമാറുക എന്നുള്ളതാണ് കേട്ടോ. ഭാരം ഏൽപ്പിക്കൽ, ഈ ചുമതലകൾ ഏൽപ്പിക്കൽ, റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുക. ഡെലിഗേഷൻ ഓഫ് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു ക്യാരി ഔട്ട് എ ഗിവൺ ടാസ്ക് often proves to be a strong motivating force. അതായത്
ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു എന്താണ് അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു ഭാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ആരെങ്കിലും വീട്ടിലാരെങ്കിലും, ഇപ്പൊ വീട്ടിലെ അച്ഛനമ്മയാണെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കാണ്. നീ നമ്മുടെ മക്കൾ കുറെ പേരുണ്ടാവും, അതിന് നമ്മളെ മാത്രം പ്രത്യേകമായിട്ട് ഒരു കാര്യം ഏൽപ്പിക്കാണ്. നീ ഇത് ചെയ്താൽ മതി, നീ ഇത് പോയി ചെയ്തു വരണം എന്ന് പറഞ്ഞൊരു ചുമതല ഏൽപ്പിക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നു, ഓ മറ്റുള്ളവരിൽ നിന്നും ഞാനിത് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണല്ലോ എനിക്കിത് തന്നത്, അല്ലെ? ആ ഒരു ഫീലല്ലേ നമുക്ക് വരുന്നത്, അല്ലെ? ഒരു 3 മക്കളുള്ള വീട്ടിലാണെങ്കിൽ ഒരാൾക്ക് കൊടുക്കുമ്പോ മറ്റു 2 പേരെക്കാളും മികച്ചതായിട്ട് ഞാൻ ചെയ്യുമെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് തന്നിരിക്കുന്നത്, ശരിയല്ലേ? സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ എംപ്ലോയീസില് നമുക്ക് തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ടാസ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ചുമതല നമ്മൾ എന്ത് ചെയ്യുന്നു, അതുമായി ടാസ്കുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോ അതിന്റെ ആ ഒരു ഭാരം ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോ അവര് ഫീൽ ചെയ്യുന്നത് എന്താ, എന്നിൽ എത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ചുമതല നിർവഹിക്കാൻ ആ ഉത്തരവാദിത്തം എന്നിലേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നന്നായി ചെയ്തു തീർക്കണം, ശരിയല്ലേ? അപ്പൊ അത്തരത്തിലുള്ളൊരു ഫീല് നമുക്ക് ഇതുവഴി ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മളിവിടെ ആ ഒരു ഭരണം അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ചുമതലയുടെ ആ ഒരു ഭാരം ഒരു വ്യക്തിയിലേക്ക് കൊടുക്കും. അവർക്ക് ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, അവരിൽ നിക്ഷിപ്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താ, എനിക്ക് വിശ്വാസമുള്ളതാണ്, ഞാൻ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ എനിക്കിത് തന്നിരിക്കുന്നത്. അപ്പൊ അതേ വിശ്വാസം ഞാൻ കളയാൻ പാടില്ല, നല്ല രീതിയിൽ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ ഒരു ടാസ്ക് പൂർത്തിയാക്കണം എന്ന രീതിയിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് ഇതിലൂടെ അവർക്ക് നൽകുക. പിടിയോ? ക്ലിയർ ആയത്? വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞ കോമ്പറ്റീഷനും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അത് രണ്ടും ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മിറ്റായോ എല്ലാവരുടെ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ എന്താ? പങ്കാളി, അല്ലെ? And it implies both the physical and mental involvement of the people in an activity, particularly in that of decision making. അതായത് ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ അവിടുത്തെ എംപ്ലോയീസിന് ഇപ്പൊ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരെയും കൂടി ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ആരെയും കൂടി പങ്കാളികളാക്കും, വർക്കേഴ്സിനെയും കൂടി പങ്കാളികളാക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തൊരു പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആരെയും കൂടി പങ്കാളികളാക്കുന്നുണ്ട്. ആരെ പങ്കാളികളാക്കുന്നുണ്ട്? തൊഴിലാളികളെയും കൂടി, അല്ലെ? അവിടുത്തെ എംപ്ലോയീസിനെയും കൂടി പങ്കാളികളാക്കുമ്പോ ആ എംപ്ലോയീസിന് എന്താ ഫീൽ ചെയ്യുന്നത്? ഓ, എന്നെയും കൂടി ഇത് പങ്കാളികളാക്കി, ഞാനും കൂടി എടുത്തൊരു തീരുമാനമാണ്, അല്ലെ? ഞാനും കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു, അതിൽ ഞാനും കൂടി ഞാനും കൂടി എടുത്തൊരു തീരുമാനമാണിത്, അല്ലെ? അവന് തോന്നില്ലേ? തോന്നോ?
എംപ്ലോയീസിന് തോന്നില്ലേ നമ്മളെയും കൂടി പങ്കാളികളാക്കി എടുത്തിട്ടൊരു തീരുമാനമാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ ഫീൽ ചെയ്യാം, ഇതെന്റെയും കൂടി ഒരു തീരുമാനമാണ് അല്ലെ. അതുകൊണ്ട് ഈ ഒരു ഡിസിഷൻ എത്രയും വേഗം നല്ല രീതിയിൽ അച്ചീവ് ചെയ്യേണ്ടത് എന്റെ കൂടി കടമയാണ് അല്ലെ. ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അല്ലെ അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത്. അവരെയും കൂടി എന്ത് ചെയ്യുന്നു, നമ്മള് ഡിസിഷൻ മേക്കിംഗ് തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാക്കുകയും അത്തരത്തില് അവർക്ക് എന്ത് ചെയ്യുന്നു, ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അവരെ അതിലൂടെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതാണ് ജോബ് എൻലാർജ്മെന്റ്, അതായത് ജോലിയുടെ ഒരു വിപുലീകരണം. That it is the process of increasing the complication of the job with a view to appealing to the higher order needs of the workers. The job enlargement is a horizontal expansion of duties and tasks across the same organizational level. ഇവിടെ നമ്മള് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാല് നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ആ ഒരു ജോലിയുടെ കോംപ്ലിക്കേഷൻസ് കൂട്ടിക്കൊടുക്കുന്നു. അതായത് നമ്മളൊരു ട്രെയിനി ആയിട്ട് നമ്മൾ ചെല്ലുന്നു, സാധാരണ ഒരു ഫ്രഷർ ആയിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് അധികം ഭാരപ്പെട്ട ഒരു ജോലി ആയിരിക്കില്ല തരാം അല്ലെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ലളിതമായിട്ടുള്ള ജോലികളായിരിക്കും തരാം. അത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം, അതേ ജോലി തന്നെ തുടരാനാണോ അവർ അനുവദിക്കേണ്ടത്? അല്ല, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കോംപ്ലിക്കേഷൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ശരിയല്ലേ? അപ്പോഴല്ലേ നമുക്ക് ജോലി ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്, ഒരു അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അത് വർക്കേഴ്സിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് തന്നെ ആയിരിക്കണം കേട്ടോ. അതുപോലെ ജോബ് എൻലാർജ്മെന്റ് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ, നേരെയുള്ള ഒരു വിപുലീകരണമാണ്. അതായത് അവരുടെ ഡ്യൂട്ടിയും ടാസ്കുകളും ഒക്കെ ആദ്യം ചെയ്തിരുന്ന ഡ്യൂട്ടിയും ടാസ്കും തന്നെയാണ്, സെയിം ഓർഗനൈസേഷൻ ലെവലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതായത് പ്രൊമോഷനോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല, മറിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിയുടെ കൂടെ കുറച്ചും കൂടി വിപുലീകരിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അവരുടെ ജോലിയുടെ കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കൂടും, അത് ചെയ്യാനുള്ള ആ ഒരു മനോഭാവവും നല്ല രീതിയിൽ വർദ്ധിക്കും. കാരണം എന്തുകൊണ്ടാ, അവർ അത്രയും നാളും ചെയ്ത ഡ്യൂട്ടീസ് അവർ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അവരെങ്ങനെ അത്ര മാക്സിമം, അപ്പൊ അവർ വിചാരിക്കുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് എനിക്കിത് തന്നിരിക്കുന്നത്, അപ്പൊ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു മനോഭാവം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ അവരൊരു ഹയർ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലേക്കൊന്നും അല്ല മാറ്റുന്നത്, അതേ സെയിം ഓർഗനൈസേഷൻ ലെവലിൽ തന്നെ ആയിരിക്കും അവരിക്കുക, അതേ ഡ്യൂട്ടീസും അതേ ടാസ്കുകളും ആയിരിക്കും. പക്ഷെ അതിന്റെ ആ ഒരു സങ്കീർണത കുറച്ചും കൂടി നമുക്ക് കൂട്ടിക്കൊടുക്കും. ഈസി ആയിട്ടുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലുള്ള എന്താണ് ടാസ്കുകൾ അവർക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി പാർട്ടിസിപ്പേഷൻ ജോബ് എൻലാർജ്മെന്റ്. അയച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി.
നെക്സ്റ്റ് വൺ ആണ് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ സോ ആസ് ടു റെഡ്യൂസ് മൊണോട്ടണി ആൻഡ് ബോർഡർ. അതായത് ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എംപ്ലോയീസിനെ നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് അവരുടെ വിരസത, അതുപോലെ തന്നെ ഏകാന്തത, ഇതൊക്കെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഒരേ ജോലി തന്നെ ചെയ്തോണ്ടേ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടില്ലേ, അല്ലെങ്കിൽ ഒരു വിരസത അനുഭവപ്പെടില്ലേ അല്ലേ? ഒരേ ജോലി തന്നെ എല്ലാ ദിവസവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ബോറടിക്കും, അല്ലെങ്കിൽ ഒരു ഏകാന്തത ഫീൽ ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ആ ഒരു മൊണോട്ടണി, ആ ജോലിയുമായി ബന്ധപ്പെട്ട ഏകാന്തത അല്ലെങ്കിൽ വിരസതയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്, ചെയ്യുന്ന കാര്യമാണ് ജോബ് റൊട്ടേഷൻ അല്ലെങ്കിൽ ജോബ് ഷിഫ്റ്റ് ചെയ്യാം ഒരു ജോബിൽ നിന്ന് മറ്റൊരു. നിങ്ങൾ കണ്ടു കാണോ, ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിങ്ങനെ ജോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ അത്? കണ്ടിട്ടില്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഒരാളായിരിക്കില്ല ക്യാഷിലിരിക്കാം. ഇന്ന് ഒരാളാണെങ്കിൽ അവരുടെ ജോലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അടുത്ത ആള് മറ്റൊരു ഏരിയയിലായിരിക്കും. അങ്ങനെ ഓരോരോ ഏരിയയുമായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നൊരു പൊസിഷനിലേക്കാണെങ്കിൽ നാളെ അടുത്തതിലേക്കായിരിക്കും. ബ്രാഞ്ച് മാറുന്നതല്ല കേട്ടോ, അവിടെ വേറെ സ്ഥാപനത്തിലേക്ക് പോകുന്നതല്ല കേട്ടോ, അതിനുള്ളിൽ തന്നെയുള്ള പൊസിഷനുകളിൽ മാറി മാറി ഇരിക്കും. അതാ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ബാങ്കുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അത് സീറ്റുകൾ മാറിയിരിക്കുന്നതാണ് വീട്ടിലെ അവര്. ക്യാഷിലിരിക്കുന്ന ആള് ചിലപ്പോൾ നമ്മൾ നാളെ ചെല്ലുമ്പോൾ വേറെ ആളായിരിക്കും ക്യാഷിലിരിക്കുക. അവർ ചിലപ്പോൾ മറ്റേതെങ്കിലും ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോൺ സെക്ഷനിലോ അങ്ങനെ ഏതെങ്കിലും സെക്ഷനിലായിരിക്കും അവരിരിക്കുന്നുണ്ടാവും. കണ്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട്, ഇതൊരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടുത്തെ എംപ്ലോയീസിന്റെ ജോബ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, മാറ്റം വരുത്തി കൊടുക്കുന്നു. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ അവരുടെ ആ ഒരു ഏകാഗ്രത, അവരൊറ്റ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു ഏകാഗ്രതയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താണ് ബോർഡർ അല്ലെ വിരസതയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കിയേ, to increase the skill and knowledge of the employee about related jobs is the main objective of this job rotation. അതുപോലെ തന്നെ അവരുടെ വിരസതയും ഏകാഗ്രതയും കുറക്കാൻ പറ്റും. അതുകൂടാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് എന്താ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, ഞാനിപ്പോ ഒരു കാഷ്യർ എന്നൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാഷ്യർ എന്നൊരു ജോലി ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാളെ ഇരിക്കുന്നത് അടുത്ത പൊസിഷനിലാണ്, കാഷ്യർ എന്ന പൊസിഷനിലേക്കാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ജോലികൾ അല്ലേ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റു പല ജോലികളെ കുറിച്ചോ അറിവുകൾ കിട്ടും. ശരിയല്ലേ? അത് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മാത്രമേ നമുക്ക് നോളജും സ്കില്ലും ഉണ്ടാവുള്ളൂ. അതേസമയം ജോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സെക്ഷനുകളെ കുറിച്ചും ജോലിയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് അതിന്റെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാവും. അതിനെക്കുറിച്ച് നല്ല നോളജും നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായകമാണ്. കിട്ടിയോ? ജോബ് റൊട്ടേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ജോബിനെ സമ്പുഷ്ടമാക്കുക അല്ലെ. എൻറിച്ച്മെന്റ് സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് എ ജോബ്. ഇവിടെ നമ്മള് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതായത് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് എ ജോബ്, ഒരു ജോബില് മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തുകയോ ചെയ്യുന്നു. So that the worker is likely to be more inspired. അവർ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നതിലൂടെ പ്രചോദനം അവർക്ക് ലഭിക്കുന്നു. It is a vertical expansion of the role, responsibility and authority. ഇത് നേരെയുള്ളതല്ല, കുത്തനെയുള്ളതാണ് കേട്ടോ. വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. അതായത് അവരെന്ത് ചെയ്യുന്നു, അവരുടെ റോൾസില് റെസ്പോൺസിബിലിറ്റീസ് അതോറിറ്റീസ് അല്ലെങ്കിൽ അധികാരമൊക്കെ ഉയർന്നു അല്ലെങ്കിൽ ഉയർത്തുകയാണ് നമ്മൾ ജോബ് എൻറിച്ച്മെന്റിൽ ചെയ്യാം. The employees provided with the opportunity for great recognition, advancement, growth and responsibility. The goal of job enrichment is not just to make the work more varied, but to turn every employee into a manager. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കാറില്ലേ? ഇല്ലേ? കൊടുക്കാറുണ്ടോ? പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കാറില്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ജോലി മാറുന്നു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിയോ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ അധികാരമോ ഒക്കെ മാറി, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ ഉണ്ടാവും. അതിനനുസരിച്ച് അവരുടെ റോൾസ്, നമ്മൾ പ്രൊമോഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയി അല്ലേ? ആണോ?
അടുത്ത ലെവലിലേക്ക് പോയില്ലേ? അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും, ശരിയല്ലേ? നമ്മുടെ അധികാരം വർദ്ധിക്കും, അല്ലെ? നമ്മുടെ റോൾസ്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചുമതലകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? വർദ്ധിക്കും. അത് നല്ലൊരു ഇൻസ്പിരേഷൻ ആ എംപ്ലോയീസിന് കൊടുക്കുന്നില്ലേ? പ്രൊമോഷൻസ് പോലെയുള്ള കാര്യങ്ങള് കൊടുക്കുന്നില്ലേ? അപ്പൊ അതിലൂടെ ഇപ്പൊ ഇങ്ങനെ ഒരു ജോബ് എൻറിച്ച്മെന്റ് നടത്തുന്നതിലൂടെ എംപ്ലോയീസിന് എന്തിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്? കൂടുതൽ അംഗീകാരം കിട്ടും, ശരിയല്ലേ? ആദ്യം ഉണ്ടായിരുന്നതിലും കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു അംഗീകാരം മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് കിട്ടും, അല്ലെ? അഡ്വാൻസ്മെന്റ്സ്, ഗ്രോത്ത്, വളർച്ച ഉണ്ടാവുന്നുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വികസനം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നല്ലൊരു അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു എന്താണ് ഒരു വികസനം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ്, വളർച്ചയിലും ഒക്കെ അവർക്ക് ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഉത്തരവാദിത്തങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ കൂടുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിനുള്ള ഒരു അവസരം ഇതിലൂടെ ഓരോ എംപ്ലോയിക്കും എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് അവിടെ എംപ്ലോയീസിന് എന്താണ്? ഒരു മാനേജർ എന്ന പൊസിഷനിലേക്ക്, അല്ലെ? പറഞ്ഞൂടെ? ജോബ് എൻറിച്ച്മെന്റ് ഇപ്പൊ ഒരു പ്രൊമോഷൻസ് കിട്ടി മാനേജർ വരെ ആവാൻ പറ്റില്ലേ അവർക്ക്? പറ്റുമോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ചില ആളുകൾ പറയുന്നേ ആ ആള് ഒരു ക്ലർക്കായിട്ട് കയറിയതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പൊ പ്രൊമോഷൻസ് കിട്ടി ഇത്ര വർഷം കഴിഞ്ഞപ്പോ അവർ ഇന്ന പൊസിഷനിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇവിടെ ഒരു ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ടു മേക്ക് ദ വർക്ക് മോർ പീരിയഡ്, വ്യത്യസ്തമായ ജോലികൾ ചെയ്യാന്ന് മാത്രമല്ല, എന്താണ്? ബട്ട് ടു ടേൺ എവരി എംപ്ലോയി ഇൻ ടു എ മാനേജർ, എല്ലാ എംപ്ലോയീസിനെയും ഒരു മാനേജർ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. The goal of job enrichment is not just to make the work more varied, but to turn every employee into a manager. അപ്പൊ നല്ല രീതിയിലുള്ള പുരോഗതികള്, വളർച്ചകള്, അംഗീകാരം, ഉത്തരവാദിത്വം ഒക്കെ അവിടെ കൂട്ടാനായിട്ട് ഒരു എംപ്ലോയിക്ക് ഇവിടെ അവസരങ്ങൾ ഇതിലൂടെ ജോബ് എൻറിച്ച്മെന്റ് വഴി കിട്ടുന്നുണ്ട്. അതായത് അവരുടെ ജോലിയില് എന്തെങ്കിലും മാറ്റങ്ങളോ മെച്ചപ്പെടുത്തലോ ഉണ്ടാവുകയും അതിലൂടെ ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ് കേട്ടോ, കുത്തനെയുള്ള ഒരു കയറ്റമാണ്, മുകളിലേക്കുള്ള കയറ്റമാണ്. അവരുടെ റോൾസിലും റെസ്പോൺസിബിലിറ്റീസിനും അതോറിറ്റിയിലും അധികാരങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നു? ഉയർത്തൽ ഉണ്ടാകുന്നു. മാർക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് ആ ഒരു പോയിന്റിലേണ്. ഗോൾ ഓഫ് ജോബ് എൻറിച്ച്മെന്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു മേക്ക് ദ മോർ varied but to turn every employee into a manager. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറ് നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ആയതുകൊണ്ടാണ്. മറ്റത് വേണ്ടാന്നല്ലാട്ടോ മിസ് പറയുന്നേ. ഇതിലെല്ലാത്തിലും ഈ ഭാഗത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ചെയ്ത ഈ ഒരു പോയിന്റ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ടാണ് പ്രത്യേകം അതൊന്ന് മാർക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ജോബ് റൊട്ടേഷനും ജോബ് എൻറിച്ച്മെന്റും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ട്, അത് വേഗം പറഞ്ഞു പോവാം. റീഇൻഫോഴ്സ്മെന്റ്. A powerful motivation tool is reinforcement. It is based on two principles. Reinforcement നമുക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്. റിവാർഡുകളൊക്കെ കൊടുക്കുക, അതാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു ശരിയായിട്ടുള്ള ഒരു നല്ല പവർഫുൾ മോട്ടിവേഷൻ ആണ്, അല്ലെ? അതെന്തിനേക്കാണ്? രണ്ട് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റിന് റിവാർഡുകൾക്ക് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് വൺ ആണ് ദാറ്റ് സി ഇല്ല കേട്ടോ, അത് മൂന്നാമത്തെ കോമൺ ആയിട്ട് പറയുന്നതാണ്. എയും ബിയും മാത്രമല്ല, സിയിലേക്ക് നമ്മൾ വെട്ടിക്കളഞ്ഞിക്കോട്ടെ. അതായത് ആ സെന്റൻസ് അല്ലാണ്ട് വെട്ടേണ്ടത്. സി എന്ന് പറഞ്ഞ മാത്രമേ, സി മാത്രം ഇട്ടിട്ടില്ലേ, സി ബ്രാക്കറ്റിൽ ഇട്ടിട്ടില്ലേ, ആ വേർഡ് മാത്രം, ആ സി മാത്രം ഒന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. First principle, that behavior which seems to lead a positive consequences tend to be repeated. അതായത് നമ്മളിപ്പോ ഒരു റിവാർഡ് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനന്തരഫലമാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായോ? നമ്മളൊരു റിവാർഡ് കൊടുക്കുന്നു, മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു വർക്കേഴ്സിന് ഒരു റിവാർഡ് കൊടുക്കുന്നു. ആ റിവാർഡ് കൊടുക്കുമ്പോൾ അത് അവരിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു റിവാർഡ് അല്ലെങ്കിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് പോവാം. മനസ്സിലായോ? രണ്ടാമത്തെ പ്രിൻസിപ്പിള്, while behavior that seems to lead to a negative consequence or reward that
tend to be not to be repeated. ഇനി നമ്മൾ കൊടുക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ നമ്മൾ കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫലമാണ് സൃഷ്ടിക്കുന്നെങ്കിൽ അത് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ റിവാർഡുകളൊക്കെ കൊടുക്കുമ്പോൾ അതൊരു പവർഫുൾ മോട്ടിവേഷൻ ആണ്. എങ്കിൽ പോലും രണ്ട് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കുന്ന റിവാർഡ്സും കാര്യങ്ങളൊക്കെ അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക്, അല്ലെങ്കിൽ അനന്തര ഫലമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ആ റിവാർഡുകൾ അല്ലെങ്കിൽ ആ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. അതേസമയം നമ്മൾ കൊടുക്കുന്ന ആ ഒരു റിവാർഡ് അല്ലെങ്കിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് വഴി നമുക്കൊരു നെഗറ്റീവ് കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനന്തര ഫലമാണ് അതിലൂടെ കിട്ടുന്നതെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? രണ്ട് പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? സോ മൂന്നാമത് ജനറൽ ആയിട്ട് പറയുന്നതാണ്, therefore it is possible to influence people's behavior only by providing the properly scheduled reward. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ശരിയായിട്ടുള്ള റിവാർഡുകളിലൂടെയാണ് നമുക്ക് ആളുകളുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾസിന്റെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. Then ലാസ്റ്റ് വൺ ആണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിൽ പറയുന്നത് ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺ. ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോരുത്തരുമായി ഇപ്പൊ അവരുടെ വർക്ക് ലൈഫുമായി ബന്ധപ്പെട്ട ആ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമല്ലേ? അല്ലെ? ഓരോരുത്തരും ചെയ്യുന്ന പെർഫോമൻസ് വ്യത്യസ്തമല്ലേ? എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അല്ലെ? എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇറ്റ് മേ മീൻസ് ഓപ്പർച്യൂണിറ്റി ഫോർ അഡ്വാൻസ്മെന്റ്, ക്രിയേറ്റീവ് ടാസ്ക് ആൻഡ് സക്സസ്ഫുൾ കരിയർ. അവിടെ ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് വരുന്ന, അതായത് ഒരു പുതിയതായിട്ട് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന യങ് ആയിട്ടുള്ള അല്ലെ യുവപ്രതിഭകൾക്ക് അവർക്ക് എന്ത് ചെയ്യുക? പുതിയതായിട്ട് പ്രവേശിക്കുന്ന ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ, അവർക്ക് പുരോഗതി ഉണ്ടാവാൻ, അവർക്ക് വളരെ ക്രിയാത്മകമായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ഇത്രയും അവസരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ക്രിയേറ്റീവ് ടാസ്കുകൾ ചെയ്യും. അതൊക്കെ അവർക്കൊരു മോട്ടിവേഷനാണ് കിട്ടുന്നത്. അപ്പൊ ഈ അവസരങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. Legal the system, the employees are free to choose. എന്താണ്? ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അവേഴ്സ് കൊടുക്കാൻ. എന്താണ്? നമ്മുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റണം? ഫ്രീ ടു ചൂസ് ആണ്. ചില ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റ് എടുത്തൂടെ? മനസ്സിലാവുന്നുണ്ടോ? ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള, അതായത് എംപ്ലോയീസിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ചൂസ് ചെയ്യാം. Certain limitation at what time they begin and quit their job each day. ഓരോ ദിവസം എപ്പോ തുടങ്ങണം, എപ്പോ വരണം. ഒരു 8 മണിക്കൂർ ജോലിയാണെങ്കിൽ അത് പല ഷിഫ്റ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ ചെയ്യാൻ പറ്റും, ഏത് ഷിഫ്റ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളോട് ചോദിക്കും. നമുക്ക് സൗകര്യപ്രദമായ ഷിഫ്റ്റ് നമുക്ക് എടുക്കാം. എപ്പോ തുടങ്ങും, എപ്പോ അവസാനിക്കും എന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റ് തിരഞ്ഞെടുക്കാം. അത് ഫ്രീ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ വർക്കിംഗ് ടൈംസ് വെക്കുക. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്താണ്? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്ന കാര്യമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. റീഇൻഫോഴ്സ്മെന്റ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അതുപോലെ തന്നെ നമ്മൾ അതിന് മുൻപത്തെ വായിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ജോബ് എൻഗേജ്മെന്റും ജോബ് റൊട്ടേഷൻ. ആ 4 വേഗം ഒന്ന് വായിക്കാം കേട്ടോ.
ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ടെക്നിക്സ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സും നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ അടുത്തൊരു ടോപ്പിക് ആണ് എംപ്ലോയി മൊറൈൽ. എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത് എന്താ? എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെ? The morale means a feeling of enthusiasm, zeal, confidence in individuals or groups that they will be able to handle the task allotted to them. ഇവിടെ എംപ്ലോയിയുടെ മൊറൈൽ അല്ലെങ്കിൽ മനോവീര്യം എന്ന് പറയുന്നത് എന്താ അർത്ഥമാക്കുന്നത്? ഫീലിംഗ് ഓഫ് എന്തൂസിയാസം. എന്താ? ഒരു ആവേശത്തോടെ, നല്ല രീതിയിൽ ഒരു സീൽ ആൻഡ് കോൺഫിഡൻസ് അല്ലെ, നല്ല തീഷ്ണതയോടെ, ആത്മവിശ്വാസത്തോടുകൂടി ഒരു ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ അവർക്ക് കൊടുത്തിട്ടുള്ള അലോട്ട് ചെയ്ത് നൽകിയിട്ടുള്ള ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മുടെ മൊറൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് അനുവദിച്ചത് ഗ്രൂപ്പ് വൈസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വൈസ് ആയിട്ടായിരിക്കും അവർക്ക് അലോട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ചുമതലകളെ അവർക്ക് എത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റണം? ഫീൽ ഓഫ് എന്തൂസിയാസം, നല്ല ഒരു ആവേശത്തോടു കൂടി അല്ലെ, നല്ല ഒരു തീഷ്ണതയോടു കൂടി, നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഒരു കൊടുത്തിരിക്കുന്ന ടാസ്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ അവരുടെ മൊറൈൽ അല്ലെങ്കിൽ മനോവീര്യം എന്ന് പറയുന്നത്. underline ചെയ്തിട്ട് morale means a feeling of enthusiasm, zeal, confidence in individuals or group that they will able to handle the task allotted to them. Okay, then morale is a mental condition or attitude of individuals and groups that determine their readiness to cooperate. ഒരു morale എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെന്റൽ കണ്ടീഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അല്ലെ, ആണോ? നമ്മുടെ ഒരു മാനസികപരമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു മനോഭാവമാണ് അല്ലെ. അതായത് ആ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോ അവരുടെ റെഡിനെസ് ടു കോർപ്പറേറ്റ്, അതുമായിട്ട് സഹകരിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് ശരിക്കും നമ്മൾ ഈ ഒരു മൊറൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then good morale is evidenced by employee enthusiasm, voluntary conformance with regulations and orders, and a readiness to cooperate with others to accomplish of an organization objective. അതുപോലെ നല്ലൊരു മൊറൈലുള്ള നല്ല മനോവീര്യമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അത് എന്തിന്റെ എവിഡൻസ് അല്ലെങ്കിൽ എന്തിന്റെ സൂചനയാണ്? അവർ നല്ല രീതിയിൽ വളരെ ഉത്സാഹത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും പ്രവർത്തിക്കുന്നു. സ്വമേധയാ അവർ എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്വമേധയാ അവരുടെ റെഗുലേഷൻസ്, ഓർഡേഴ്സ്, റെഗുലേഷൻസ്, റൂൾസ് മുതലായവ പാലിക്കുന്നു. ആ റെഡിനെസ് ടു കോർപ്പറേറ്റ്, എന്തിനോടും സന്നദ്ധത പുലർത്തുന്നു. ആൻഡ് വിത്ത് അതേഴ്സ് ടു അക്കംപ്ലിഷ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ മൊറൈൽ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഇൻഡിവിജ്വൽസിനായിക്കോട്ടെ ഗ്രൂപ്പായിട്ടായിക്കോട്ടെ അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ചുമതലകള് അവർ എത്രത്തോളം നന്നായി വളരെ ആവേശത്തോടു കൂടി, തീഷ്ണതയോടുകൂടി, നല്ല ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാനായിട്ടുള്ള അവരുടെ കഴിവിനെയാണ് നമ്മൾ മൊറൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൊറൈൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു നമ്മുടെ ഒരു മെന്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ്, അതിനുള്ള ഒരു മനോഭാവം അല്ലെ. ഇൻഡിവിജ്വലിനോ ഗ്രൂപ്പിനോ ഡിറ്റർമൈൻഡ് റെഡിനെസ് ടു കോർപ്പറേറ്റ്, അവർക്ക് എത്രത്തോളം സഹകരിക്കാനുള്ള സന്നദ്ധതയുണ്ട് എന്നാണ് ശരിക്കും നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ല മൊറൈൽ അല്ലെങ്കിൽ നല്ല മനോവീര്യമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അത് എന്തിന്റെ തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റും? എംപ്ലോയീസിന് വളരെ എന്തൂസിയാസം ഉണ്ടെങ്കിൽ വളരെ ഉത്സാഹത്തോടു കൂടിയുള്ള എംപ്ലോയീസ് ആണ്. അതുപോലെ ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു. അവർ സന്നദ്ധതയോടുകൂടി അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓർഡേഴ്സ് മുതലായവയൊക്കെ പാലിക്കുന്നു. അതുപോലെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളോടും ഒരു സന്നദ്ധത അല്ലെങ്കിൽ സന്നദ്ധ മനോഭാവം, വളരെ ഏകോപനത്തോടുകൂടി കോപ്പറേറ്റ്
കോപ്പറേറ്റ് ചെയ്യുന്ന പ്രവർത്തി, സഹകരണം അല്ലെങ്കിൽ സന്നദ്ധ മനോഭാവം കാഴ്ചവെക്കുന്നു. അതിലൂടെയൊക്കെ അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ് ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവാണ്, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് നല്ലൊരു മൊറേൽ അല്ലെങ്കിൽ മനോവീര്യത്തെ കാണാവുന്നതുമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എംപ്ലോയി മൊറേൽ. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ അല്ലേ? എംപ്ലോയി മൊറേൽ മീൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. മൊറേൽസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മള് എംപ്ലോയി ഗ്രീവിയൻസ്, ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ പരാതി, എംപ്ലോയീസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കംപ്ലൈൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പ്രോസസ്സും പറയുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. ആ ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സമയമില്ല, നമുക്ക് കുറച്ച് ഒരുമിച്ച് പറയേണ്ട ഭാഗമാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഉള്ളൂ. അതിനുശേഷം മിസ് 4th മോഡ്യൂളിലെ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ആയിരിക്കും എടുക്കാൻ പോവാ കേട്ടോ. 3rd മോഡ്യൂളിലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയില്ലേ? ഈ ഒരു ചാപ്റ്റർ മാത്രമല്ലേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ? 3rd മോഡ്യൂൾ കംപ്ലീറ്റ് ആയോ? ഇപ്പൊ 4th അല്ലേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന 4th അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇവിടെ വരെയും എടുത്ത് വരെയും എംപ്ലോയി മൊറേൽ വരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.